2021 മുതൽ ഇബ്രാഹിം റൈസി ഭരണത്തിലെത്തുകയാണ് ഇറാനിൽ. അതുപോലെ സൗദി അറേബ്യയിൽ ക്രൗൺ പ്രിൻസ് സൽമാൻ അധികാരത്തിലെത്തുന്നു. ഈ രണ്ടുപേരും കൺവെൻഷണൽ ഇറാനിയൻ നേതാവിനെ പോലെ അല്ല ഇബ്രാഹിം റൈസി, ഒരു കൺവെൻഷണൽ സൗദി രാജാവിനെ പോലെ അല്ല സൽമാൻ രാജകുമാരൻ. ഈ രണ്ടുപേരും സൗദിയും ഇറാനും തമ്മിലുള്ള ബന്ധങ്ങൾ വഷളായിരുന്ന ഒരു കാലഘട്ടം പഴങ്കഥയാക്കിക്കൊണ്ട് ഇറാൻ സൗദി ബന്ധങ്ങളുടെ ഒരു പുതിയ അധ്യായം എഴുതി ചേർക്കുന്ന ഒരു സമയത്താണ് ഇപ്പോൾ ഇത് സംഭവിച്ചിരിക്കുന്നത്. നമുക്കറിയാം, സൗദി അറേബ്യ സുന്നി ലോകത്തെ അനിഷേധ്യ നേതൃസ്ഥാനമാണ് സൗദി അറേബ്യക്കുള്ളത്. അതുപോലെ ലോകത്തെ ഷിയകളുടെ ഒരു വലിയ ആത്മീയ പരിവേഷം ഉൾക്കൊള്ളുന്ന രാജ്യം കൂടിയാണ് ഇറാൻ. അവിടുത്തെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമേനിയുടെ വളരെ അടുത്ത അനുയായിയും ശിഷ്യനും പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഘട്ടം ഘട്ടമായി വളർത്തിക്കൊണ്ടുവന്ന ഒരാളുമാണ് ഇബ്രാഹിം റൈസി എന്നോർക്കണം. അദ്ദേഹം വളരെ നേരത്തെ തന്നെ ഭരണകൂടത്തിന്റെ അകത്തളങ്ങളിൽ വരികയും നീതിന്യായ വ്യവസ്ഥയിൽ വക്കീലായി തുടങ്ങി ജഡ്ജിയായി മാറുകയും നീതിന്യായ വ്യവസ്ഥയുടെ വൈസ് പ്രസിഡന്റായും പിന്നീട് നീതിന്യായ വ്യവസ്ഥയുടെ ഏറ്റവും തലപ്പത്തും വരികയും 2021 പൊതു തെരഞ്ഞെടുപ്പിൽ 62% പിന്തുണയോടുകൂടി അധികാരത്തിലെത്തുകയും ചെയ്ത നേതാവ്. 1960 ജനിച്ച ഇബ്രാഹിം റൈസി ഇപ്പോൾ 64 വയസ്സ് മാത്രം പ്രായമുള്ള, ഏറെക്കാലം ഒരുപക്ഷെ ജീവിതം ബാക്കിയുള്ള റൈസി ഒരുപക്ഷെ ഇറാന്റെ ആത്യന്തിക നേതാവായ അയത്തുള്ള അലി ഖമേനി എന്ന ആത്മീയ നേതൃത്വം വിടവാങ്ങുന്ന സമയത്ത് ഒരുപക്ഷെ ആത്മീയ നേതൃത്വത്തിലേക്ക് കൂടി ഉയർത്തപ്പെടാൻ സാധ്യത കൽപ്പിച്ചിരുന്ന ഇബ്രാഹിം റൈസിയുടെ മരണം വലിയ ഒരു ചോദ്യചിഹ്നമായി മാറുന്നു. ഞാൻ സൗദി അറേബ്യയുടെ കാര്യം പറഞ്ഞു. സൗദി അറേബ്യയിൽ മാറ്റത്തിന്റെ കാറ്റ് വീശുന്നു എന്ന് പറഞ്ഞാൽ പോരാ, മാറ്റത്തിന്റെ കൊടുങ്കാറ്റാണ്. സൗദിയുടെ ഉള്ളറകളിലേക്ക് അധികം പ്രവേശനമില്ലായിരുന്നു. സ്ത്രീകളുടെ ഡ്രൈവിംഗ് സംബന്ധിച്ച കാര്യങ്ങളാകട്ടെ, വസ്ത്രധാരണവുമായി ബന്ധപ്പെട്ട കാര്യമായിക്കൊള്ളട്ടെ, സൗദി അറേബ്യയിൽ ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉള്ള ഒരു ഇൻവേർഡ് ലുക്കിംഗ് സൊസൈറ്റി ആയിരുന്നു. സൽമാൻ രാജാവിന്റെ നേതൃത്വത്തിൽ മാറുന്നു. അതുകൊണ്ട് ഒരിക്കലും കൈകൊടുക്കില്ല എന്ന് കരുതിയിരുന്ന സൗദി അറേബ്യയും ഇറാനും തമ്മിൽ അടുക്കുന്ന ഒരു കാഴ്ച ഇത് അമേരിക്ക വളരെ ഭയത്തോടുകൂടി കണ്ടു. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം സൗദിയും ഇറാനും തമ്മിലുള്ള ഏത് ബന്ധവും മധ്യപൗരസ്ത്യ പ്രദേശത്തെ സമവാക്യങ്ങൾ അട്ടിമറിക്കും. അവിടെ ശാന്തതയുണ്ടായാൽ അമേരിക്കയ്ക്ക് ഇടപെടാനുള്ള സ്കോപ്പ് കുറയും. അത് മാത്രമല്ല, ഇസ്രയേലിനെ എന്ത് വിധേനയും സംരക്ഷിച്ചു നിർത്താനുള്ള ദൗത്യവും ഇൻഡയറക്ട്ലി അമേരിക്കയുടെ ചുമതലയാണ്. അപ്പൊ അവിടെ സങ്കീർണമായ ഒരു അന്തരീക്ഷത്തിൽ ഇറാൻ പ്രസിഡന്റ് കാലയവനികയ്ക്കുള്ളിൽ മറയേണ്ടത് ആരുടെയെങ്കിലും ആവശ്യമാണോ? ഒരു പക്ഷേ ഇസ്രയേലിന്റെ ആവശ്യമായിരിക്കാം. കാരണം ഇറാൻ വലിയ തോതിൽ ശ്രദ്ധ ആകർഷിക്കുന്നു. ലോകത്തെ ശക്തമായ ഒരു രാജ്യമായി ഇറാൻ ഉയർന്നു വരികയാണ്. ഇറാന് പരിമിതികളുണ്ട്. ഇന്ത്യയെ പോലെ തന്നെ വലിയൊരു രാജ്യമാണ്. ജനസംഖ്യയുടെ കാര്യത്തിൽ അല്ലെങ്കിൽ പോലും ഭൂപ്രകൃതിയുടെ കാര്യത്തിൽ വളരെ വിസ്തൃതമായ ഒരു രാജ്യമാണ്. വിഭവങ്ങൾ ഏറെയുള്ള രാജ്യമാണ്. വലിയ തോതിൽ പ്രകൃതിവാതക നിക്ഷേപമുള്ള രാജ്യമാണ്. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ പല സമയത്തും ഇറാനെയാണ് എണ്ണയ്ക്ക് വേണ്ടി ആശ്രയിക്കുന്നത്. പ്രത്യേകിച്ച് ഇറാനെതിരെ ഉപരോധം പ്രഖ്യാപിച്ചിരിക്കുമ്പോഴും ഇറാനുമായി എണ്ണ കച്ചവടം നടത്താനായി ധൈര്യപൂർവ്വം മുന്നോട്ട് വന്ന രാജ്യമാണ് ഇന്ത്യ. അതുകൊണ്ട് ഇന്ത്യ ഇറാൻ ബന്ധവും വളരെ പ്രത്യേകതയാണ്. റഷ്യയുമായും ചൈനയുമായും ഇറാനുള്ള അടുത്ത ബന്ധം അമേരിക്കയെ ഒട്ടൊന്നുമല്ല അലോസരപ്പെടുത്തുന്നത്. അങ്ങനെയെങ്കിൽ ശക്തനായ ഒരു നേതാവായി, ഒരുപക്ഷെ അയത്തുള്ള അലി ഖമേനിയുടെ പിൻഗാമിയായി പോലും ഇറാൻ പ്രസിഡന്റ് വരുമ്പോൾ ഇബ്രാഹിം റൈസി അവരോധിതനായാൽ അത് ഒഴിവാക്കേണ്ട ആവശ്യമില്ലേ? ഇവിടെയാണ് അസർബൈജാൻ കണക്ഷൻ വളരെ പ്രധാനമാകുന്നത്. അസർബൈജാനുമായി നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇറാനുള്ള ചെറിയ തർക്കങ്ങൾ, ഈ തർക്കങ്ങൾ പരിഹരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് ഇസ്രയേൽ രംഗത്ത് വരുന്നത്. ഇസ്രയേൽ അസർബൈജാനെ നേരിട്ട് അങ്ങ് ഏറ്റെടുക്കുകയാണ്. അസർബൈജാനുമായി വലിയ തോതിൽ അങ്ങ് ചങ്ങാത്തം പുലർത്തുകയാണ്. അസർബൈജാനെ സഹോദരാജ്യമായി പ്രഖ്യാപിച്ചുകൊണ്ട് വളരെ വലിയ തോതിൽ ഇസ്രയേൽ അസർബൈജാൻ ബന്ധം നടക്കുന്ന സമയത്താണ് ഇറാന്റെ പ്രസിഡന്റിന്റെ സന്ദർശനവും അതേ തുടർന്നുണ്ടായ ഹെലികോപ്റ്റർ അപകടവും. ഇതെല്ലാം കൂടെ ചേർത്ത് വായിക്കുമ്പോൾ ഇസ്രയേലിന്റെ രഹസ്യാന്വേഷണ ഏജൻസിയായ മൊസാദിന്റെ കരങ്ങൾ ഇവിടെ പ്രവർത്തിച്ചിട്ടുണ്ടോ? ഒരു സംശയമാണ്. ഈ സംശയത്തിന്റെ കാരണം ഊഹാപോഹങ്ങളും സംശയങ്ങളും മാത്രമാണ്. പക്ഷേ സംശയത്തിന്റെ കാരണം ഇറാന്റെ പരമോന്നതരായ നേതാക്കൾ പലരും ഈ കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിനുള്ളിൽ വധിക്കപ്പെട്ടിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് ഖാസിം സുലൈമാനി എന്ന സൈനിക മേധാവിയുടെ മരണമാണ്. അതിൽ അമേരിക്കയുടെ പങ്ക് വളരെ വലുതാണ്. അത് നമ്മൾ വ്യാപകമായി ചർച്ച ചെയ്തതുമാണ്. അത് മാത്രമല്ല,
ഇറാന്റെ ആണവ ശാസ്ത്രജ്ഞന്മാർ, ഏറ്റവും സമ്പന്നരായ ആണവ ശാസ്ത്രജ്ഞനും പിന്നീട് ഏതാനും ആണവ ശാസ്ത്രജ്ഞന്മാരും പല സമയങ്ങളിലായി കൊല്ലപ്പെട്ടിട്ടുണ്ട്. അതുമാത്രമല്ല, ഇറാന്റെ എംബസിയിൽ നടന്ന ആക്രമണം അത് വലിയൊരു വലിയ ഒരു തർക്ക വിഷയം കൂടിയാണ്. അതുമാത്രമല്ല, ഖാസിം സുലൈമാനിയുടെ മരണത്തിന്റെ ഓർമ്മ ദിവസത്തിൽ ഇറാനിൽ നടന്ന വലിയ സ്ഫോടനം, ഇതിന്റെ എല്ലാം പിന്നിൽ അമേരിക്കയുടെയോ അല്ലെങ്കിൽ ഇസ്രയേലിന്റെയോ കരങ്ങൾ ഉള്ളതായി ഇറാൻ ഭയപ്പെടുന്നു. അങ്ങനെയെങ്കിൽ ഉന്നത ഇറാനിയൻ നേതാക്കളെ, പ്രസിഡന്റിനെ പോലും അപകടപ്പെടുത്താനുള്ള ഇസ്രയേലിന്റെ പദ്ധതിയാണോ? അസർബൈജാനിൽ നിന്ന് തിരിച്ച ഹെലികോപ്റ്റർ ഒരുപക്ഷെ ഇതിനു വേണ്ടി ടൈലർ മെയ്ഡായി വന്നതാണോ? അതിലെന്തെങ്കിലും സാങ്കേതിക പിഴവുണ്ടായിട്ടുണ്ടോ? ഇസ്രയേലും അസർബൈജാനും തമ്മിലുള്ള ബന്ധം തീർച്ചയായും ഇതിനുവേണ്ടി ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന സംശയം സ്വാഭാവികമായും ഇറാനിലുണ്ടാകും. ഒരു അന്വേഷണത്തിൽ അത് കണ്ടെത്താനാവും എന്നതാണ് പ്രതീക്ഷ. പക്ഷെ ഒരു കാര്യം മറക്കാതിരിക്കാനാവില്ല, ഇപ്പോഴത്തെ നിലയിൽ ഇതൊരു സ്വാഭാവിക അപകടമാണ്, പ്രകൃതി ദുരന്തവുമായി ബന്ധപ്പെട്ട ഒരു അപകടമാണ്. കാരണം കടുത്ത മൂടൽമഞ്ഞും കാഴ്ച പരിമിതി ഉണ്ടായിരുന്നു. അതുമാത്രമല്ല, ഇറാന്റെ കൈവശമുള്ള ഹെലികോപ്റ്ററുകൾ ഇറാൻ ഉപരോധത്തിൽപ്പെട്ട് ഇരുന്നത് കൊണ്ട്, ദീർഘകാലം ഇരുന്നതുകൊണ്ട് കാലക്രമത്തിൽ ഉണ്ടാകേണ്ട അറ്റകുറ്റപ്പണികളൊന്നും സമയാസമയങ്ങളിൽ നടക്കാത്തത് കൊണ്ട് ഒരുപക്ഷെ സാങ്കേതിക വിദ്യയിൽ ലേശം പിന്നിട്ട് നിന്ന ഹെലികോപ്റ്ററുകളായിരിക്കാം ഉപയോഗിച്ചത്. പക്ഷെ എന്നിരുന്നാലും 3 ഹെലികോപ്റ്ററുകൾ അസർബൈജാനിൽ നിന്നും തിരിച്ച് ടെഹ്റാനെ ലക്ഷ്യമാക്കി പറന്നപ്പോൾ അതിൽ ഈ ഹെലികോപ്റ്റർ മാത്രം, ഉന്നത നേതാക്കൾ അടങ്ങുന്ന ഈ ഹെലികോപ്റ്റർ മാത്രം അപകടത്തിൽപ്പെടുകയും മറ്റ് 2 ഹെലികോപ്റ്ററുകൾ ലക്ഷ്യസ്ഥാനത്ത് എത്തുകയും ഇതേ പാതയിൽ സഞ്ചരിച്ച് ലക്ഷ്യസ്ഥാനത്ത് എത്തുകയും ചെയ്തത് എന്തുകൊണ്ട് എന്നത് ചോദ്യചിഹ്നമാണ്. അത് മാത്രമല്ല, ഉന്നതരായ പല നേതാക്കളും ഒരുമിച്ച് ഒരേ വിമാനത്തിൽ, പ്രസിഡന്റും വിദേശകാര്യമന്ത്രിയും ഉൾപ്പെടെയുള്ള ആളുകൾ ഒരേ വിമാനത്തിൽ കയറാനുള്ള സാഹചര്യം എന്താണ്? ഇതെല്ലാം തെളിയിക്കപ്പെടേണ്ടതാണ്. ഒരുപക്ഷെ ഇതിന്റെ ക്ലൂ തേടിയുള്ള യാത്രയിൽ അസർബൈജാൻ ദീർഘകാലമായ നേതാവായിരിക്കുന്ന പ്രസിഡന്റ് അലിയേവിലേക്ക് കൂടി അന്വേഷണം നീളണം. അദ്ദേഹത്തിന് എന്താണ് പറയാനുള്ളത് എന്ന് കേൾക്കണം. അത് മാത്രമല്ല, ഇറാന്റെ പുതിയ നേതൃത്വം അധികാരത്തിൽ വന്നിരിക്കുന്നു, പുതിയ പ്രസിഡന്റ് അധികാരത്തിൽ വന്നിരിക്കുന്നു. അപ്പൊ ഇറാനെ സംബന്ധിച്ചിടത്തോളം അത് പുതിയ ഒരു കാൽവെപ്പാണ്. ഇനി പുതിയതായി തുടങ്ങണം. ഇനിയിപ്പോൾ തിരക്കിട്ട കൂടിയാലോചനകൾ സമയമാണ്. ഈ വീഡിയോ ക്ലിപ്പ് നിങ്ങളുടെ കയ്യിലേക്ക് എത്തുമ്പോൾ ഒരുപക്ഷെ ഇറാനിൽ എന്തെങ്കിലും നിർണായകമായ ഒരു തീരുമാനം അവിടെ എടുത്തിരിക്കും. അതുകൊണ്ട് ഉദ്വേഗജനകമായ ഒരു രംഗത്തേക്കാണ് മധ്യേഷ്യയിലെ രാഷ്ട്രീയവും ബന്ധങ്ങളും നീങ്ങുന്നത്. വളരെയധികം ഉദ്വേഗപൂർവമായ നിമിഷങ്ങളിലേക്കാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്.